ലക്ഷ്മിപ്രിയ ചേച്ചി കുലസ്ത്രീ ചമഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഇപ്പം വളരെ പുള്ളിക്കാരത്തിയെക്കുറിച്ചുള്ള അമ്മ വിവാദമായിട്ട് ആ സംഘടനയിലെ അൻസിബയുമായിട്ടുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പം ലക്ഷ്മിപ്രിയയുടെ കള്ളി വെളിച്ചത്ത് കൊണ്ടുവരികയാണ്. പുള്ളിക്കാരത്തി ചേച്ചി ഒട്ടും മോശമൊന്നുമല്ല. ഒരു പാവം സംവിധായകൻ്റെ നിന്ന് പുള്ളിക്കാരത്തിയും പുള്ളിക്കാരത്തിയുടെ ഭർത്താവും കൂടെ കൂടിച്ചേർന്ന് കാശ് അടിച്ചു മാറ്റിയിരിക്കുകയാണ്. അത് 1-2 രൂപയൊന്നുമല്ല, 20,16,000 രൂപയാണ് ചേച്ചിയുടെ അക്കൗണ്ടിലേക്ക് വന്നിരിക്കുന്നത്. ഒരു പാവം സംവിധായകന് പറ്റിപ്പോയ ഒരു അബദ്ധം. ആ മനുഷ്യൻ്റെ പുതിയൊരു സിനിമയിലേക്ക്, ആറാട്ടുമുണ്ടൻ എന്നാണ് ആ ഒരു ഫിലിമിൻ്റെ പേരെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു ഫിലിമിലേക്ക് ഒരു ചെറിയ ഒരു വേഷം, ഒരു സഹനടിയുടെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതിന് പറ്റിയൊരു കഥാപാത്രമായിട്ട് തോന്നിയിരിക്കുന്നത് ലക്ഷ്മിപ്രിയയാണെന്ന് തോന്നി. അങ്ങനെ തോന്നിയിട്ട് അദ്ദേഹം അവരെ കാണാൻ ചെല്ലുകയും അദ്ദേഹം ഈ തിരക്കഥയൊക്കെ പറയുകയൊക്കെ ചെയ്തപ്പോൾ ഭർത്താവും ലക്ഷ്മിപ്രിയയും കൂടി ചേർന്നിട്ട് പറഞ്ഞു, ഈ തിരക്കഥയൊന്ന് തിരുത്തി എഴുതണം, ഇത് ശരിയല്ല, ഇത് കൊള്ളുകയില്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളൊന്ന് ഇത് തിരുത്തി എഴുതാം, ഞാൻ ഭയങ്കര കഥയെഴുത്തുകാരത്തിയൊക്കെയാണ്, അതുകൊണ്ട് ഞാനൊന്ന് തിരുത്തി എഴുതി തരാമെന്ന് പറഞ്ഞപ്പോൾ ഇവർ ആ കാര്യം നേരാണെന്ന് കരുതി പുതിയൊരു സംവിധായകനാണ്, അദ്ദേഹത്തിന് അങ്ങോട്ട് വലിയ പരിചയമൊന്നുമില്ലായിരുന്നു, അദ്ദേഹം നേരാണെന്ന് വിശ്വസിച്ച് അദ്ദേഹം അവരെ ഏൽപ്പിക്കുകയുണ്ടായി. അങ്ങനെ ഏൽപ്പിച്ചു മടങ്ങിയതിന് ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിന് ആദ്യം 50,000 രൂപ ചോദിച്ചു. പിന്നീട് അങ്ങനെ പല തവണയായിട്ട് ഈ ലക്ഷ്മിപ്രിയയുടെ അക്കൗണ്ടിലേക്ക് 10 ലക്ഷം രൂപ അക്കൗണ്ടിലേക്കും അതിനുശേഷം അവരുടെ അടുത്ത് ലിക്വിഡായിട്ട് ബാക്കി 10,16,000 രൂപയും വാങ്ങിച്ചു. കുറേ മാസങ്ങൾ കഴിഞ്ഞിട്ടും തിരക്കഥയും ഇല്ല, ഒന്നുമില്ല, ഇതിൻ്റെ പൂജയൊക്കെ നടക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞപ്പോഴാണ് ഇവർ പറ്റിക്കപ്പെട്ടു എന്ന് മനസ്സിലായതും ഈ സംവിധായകൻ ഫിലിം ചേംബറിൽ ചെന്ന് പരാതി നൽകുകയും ഫിലിം ചേംബറിൽ നിന്ന് ഒരു 10 ലക്ഷം രൂപയുടെ ഒരു ചെക്ക് കൊടുക്കുകയും ചെയ്തു. ആ ചെക്ക് മാറാൻ ചെന്നപ്പോഴാണ് പിന്നെയും തന്നെ കബളിപ്പിക്കുകയാണെന്ന് മനസ്സിലായത്. ആ ചെക്ക് വണ്ടി ചെക്കായിരുന്നു. പിന്നീട് അദ്ദേഹം കേസ് കൊടുക്കുകയും ഒക്കെ ചെയ്തു. ഈ കേസ് കോടതിയിൽ ഇപ്പം കേസ് നിലനിൽക്കുന്നുണ്ട്. എന്നിട്ടുമാണ് അങ്ങനെ ഒരു കേസ് നിലനിൽക്കുകയാണ് ഈ ഒരു സ്ത്രീ ഇലക്ഷനിലേക്ക് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത്. എന്തായാലും അത് മഹാഭാഗ്യം, അവരുടെ പേര് ലിസ്റ്റിലില്ലാതെ വന്നു, അവർ നിൽക്കാൻ പറ്റാതെ വരികയും ചെയ്തു. എന്തായാലും അത്രയും കള്ളിയാണ് ഈ പുള്ളിക്കാരത്തി എന്ന് തെളിയിച്ചിരിക്കുകയാണ്. മീഡിയയുടെ ഒക്കെ മുമ്പിൽ വന്നിട്ട് ഭയങ്കര ആയിട്ട് സംസാരിക്കുകയും നല്ല പിള്ള ചമയുകയും ഒക്കെ ചെയ്യും. മാറിക്കഴിഞ്ഞ് കഴിയുമ്പം പ്രാക്കും തുപ്പും ആട്ടും എന്ന് വേണ്ട എല്ലാ പരിപാടികളും ഈ പുള്ളിക്കാരത്തിയുടെ കയ്യിലുണ്ട്. നമ്മൾ പറയും പല ആളുകൾ മറ്റുള്ളവരുടെ മുമ്പിൽ വന്ന് ഭയങ്കരമായിട്ട് ബഹുമാനം കാണിക്കുകയും തൊഴുകയും താഴ്മയോടെയൊക്കെ നിൽക്കുകയും ചെയ്യുന്ന ഒരു പരിധി കൂടുതൽ അങ്ങനെ നിൽക്കുന്ന ആളുകളെ വിശ്വസിക്കാൻ പറ്റുകയില്ല എന്ന് പറയും. ആ ഒരു കാര്യം സത്യം തന്നെയാണ്. ഈ ഒരു സ്ത്രീ അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത്. നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇവരുടെ ഒരു ചാനലിൽ സംസാരിക്കുമ്പോൾ ഇവർ ഭയങ്കരമായിട്ട് എളിമയോട് കൂടിയും അതുപോലെ തന്നെ ഇവർ പറയുമ്പോൾ ഇവർ നല്ല പിള്ള കളിച്ചും ഓരോ കാര്യങ്ങൾ ഉപദേശിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കിന് ഭയങ്കര ആദ്യമായിട്ട് കാണുന്നവർക്ക് ഇത് ഭയങ്കര നല്ല തികഞ്ഞ ഒരു വ്യക്തിയാണെന്ന്. പക്ഷേ ഇങ്ങനെ കാണിക്കുന്ന ഇവരുടെ കപട മുഖമാണ് കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോഴത്തേക്കിന് പുറത്തേക്ക് വരുന്നത്. ഇപ്പോൾ ഈ പുള്ളിക്കാരത്തി തന്നെ 20,16,000 രൂപയാണ് ആ പാവം സംവിധായകനെ പറ്റിച്ച് കൈപ്പറ്റിയിരിക്കുന്നത്. ആ കേസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് ആ മനുഷ്യൻ്റെ ശബ്ദ സന്ദേശം ഒന്ന് കേൾക്കാം. 15 മിനിറ്റോളം ഉള്ള ഒരു ഓഡിയോ സന്ദേശമാണ് അത്. എന്തായാലും കേട്ടു നോക്കുക. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അമ്മയിലുള്ള ഒരു വ്യക്തി കാരണം ഏറ്റവും അധികം ബാധിക്കപ്പെട്ട ഒരു വ്യക്തി, അങ്ങനെ പറയാം അല്ലേ? തീർച്ചയായും. ലക്ഷ്മിപ്രിയ ചേട്ടന്റെ ആദ്യ പടമാണെന്ന് തോന്നുന്നു അല്ലേ? ആണോ? ആറാട്ടുമുണ്ടൽ പടം റിലീസ് ആയിട്ടില്ല. ഓണം കഴിഞ്ഞിട്ട് റിലീസ് ഉള്ളൂ. ഓണം കഴിഞ്ഞിട്ട് റിലീസ് ഉണ്ട് ഇപ്പൊ? ഓണം കഴിഞ്ഞ റിലീസ് ഉണ്ട്. ഓക്കെ. ചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്ത പടമാണ്. അതെ. അപ്പം അതും ഈ ലക്ഷ്മിപ്രിയായിട്ട് എങ്ങനെയാണ് ചേട്ടാ കണക്ഷൻ? എന്തോ ഒരു പ്രശ്നം അവിടെ ഉണ്ട്, ചേട്ടന്റെ കുറച്ച് ക്യാഷ് പോയി എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടു. ലക്ഷ്മിപ്രിയായിട്ടുള്ള ഇതെന്ന് പറഞ്ഞാല് ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് മുഖാന്തരമാണ്
ലക്ഷ്മിപ്രിയെ പരിചയപ്പെടുന്നത്. ഓക്കെ. കാരണം നമ്മുടെ ഈ സിനിമയിൽ ഒരു സഹനടിയായിട്ട് ലക്ഷ്മിപ്രിയയുടെ അതേ ഒരു ബോഡി ലാംഗ്വേജ് ഉള്ള ഒരാളെ വേണോ. അപ്പോ ഈ ഇത്തിരി കോമഡിയും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു ക്യാരക്ടറായിരുന്നു. അങ്ങനെ ഇവരുമായിട്ട് പോയി നമ്മുടെ സിനിമയിൽ ചാൻസ് ഉണ്ട്, കാര്യങ്ങളൊക്കെ സംസാരിച്ചു. വിശദമായിട്ട് നമുക്ക് നമ്മുടെ ഫ്ലാറ്റിലേക്ക് പോവാം. ഏകദേശം ഒരു 12/8/2021 ലക്ഷ്മിപ്രിയയുടെ ഫ്ലാറ്റിൽ ചെന്ന് ഞാന് കഥാകൃത്തുണ്ടായിരുന്നു. നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട് ക്യാമറാമാൻ ബിജി കൃഷ്ണൻ എന്ന് പറയുന്നത്. അദ്ദേഹം വിനയൻ സാറിന്റെ അസോസിയേറ്റ് അസിസ്റ്റന്റ് വർക്ക് ചെയ്ത ആളാണ്. ഡയറക്ഷനും ക്യാമറയും ചെയ്തു. ഞങ്ങള് മൂന്നുപേരും കൂടെ പോയി കഥയും അത്യാവശ്യം കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ കഥ തന്നെ എഴുതിയാൽ തന്നെയാണ് തിരക്കഥ എഴുതിയിരിക്കുന്നത്. എന്നത് നമ്മുടെ ചെറിയൊരു ഇതുകൊണ്ടായിരുന്നു. നമുക്ക് ആദ്യമായതുകൊണ്ടുള്ളൊരു പ്രശ്നങ്ങളുണ്ടല്ലോ. മനസ്സിലായി. ഇവര് പറഞ്ഞു അയ്യോ ഇങ്ങനൊന്നും അല്ല ഒരു സിനിമയുടെ തിരക്കഥ, ഇങ്ങനൊന്നും അല്ല. ഒരു കാര്യം ചെയ്യാം, ഞാനും ഹസ്ബൻഡും കൂടെ, ഹസ്ബൻഡ് ജയേഷ്, ഹസ്ബൻഡ് കെ മൻസാറിന്റെ അസോസിയേറ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്തത്, ഞാനും ചേട്ടനും കൂടെ തിരക്കഥ പൊളിച്ചെഴുതിത്തരാം, നല്ല രീതിയിൽ തിരക്കഥ എഴുതിത്തരാം. ഓക്കെ. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഞങ്ങൾ അവിടെ നിന്നൊരു ധാരണയായി പിരിക്കും. അതിന് ശേഷമാണ് ഒരു 19/9 എന്നെ ഒന്ന് വിളിക്കുന്നത്, രാവിലെ വിളിച്ചിട്ട് അത്യാവശ്യം എനിക്കൊരു 50,000 രൂപ. നമുക്ക് തിരക്കഥ എഴുതാനൊക്കെ തീരുമാനിച്ചെല്ലാം ഏൽപ്പിച്ചിരിക്കുന്ന ഒരാളാണല്ലോ. 50 കൊടുത്തു. അങ്ങനെ ആവശ്യമായിട്ട് ഏകദേശം ഒരു 25-26 പ്രാവശ്യം ഞാൻ 10,16,200 രൂപ അവരുടെ അക്കൗണ്ടില്. എനിക്ക് ചെറിയ റിയൽ എസ്റ്റേറ്റിന്റെ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ എന്റെ ഒരു വസ്തു, എന്റെ പേര് കിടന്ന ഒരു വസ്തു വിറ്റുമായി ബന്ധപ്പെട്ട് അഡ്വാൻസ് ചെയ്തു. അതേപോലെ തന്നെ ലിക്വിഡായിട്ട് അവരെ ഏൽപ്പിക്കുകയും ചെയ്തു. പക്ഷേ അതിന് ശേഷം മാസങ്ങളായിട്ടും തിരക്കഥ പൂർത്തിയാകുന്നില്ല. തിരക്കഥയെ സംബന്ധിച്ച് ഇവരൊന്നും പറയുന്നില്ല. അങ്ങനെ ഞാൻ വിശദമായി ഇവരെ കുറിച്ച് അന്വേഷിച്ചപ്പോ ഇവര് സിനിമയിലോ അല്ലെങ്കിൽ ഈ സീരിയൽ അല്ലെങ്കിൽ കോമഡി ഷോയിലൊക്കെ അഭിനയിക്കുന്നല്ലാതെ തിരക്കഥ ഒരു സിനിമയ്ക്ക് എഴുതാനുള്ള പ്രാപ്തിയൊന്നും അവർക്കില്ലെന്നും അവർ ഹസ്ബൻഡ് കെ മൻസാറിന്റെ വെറുതെ ഷൂട്ടിംഗ് പോലും കാണാൻ പോയിട്ടില്ല എന്നുള്ളതാണ് പിന്നെ ചേട്ടൻ തിരക്കിയപ്പോ അറിയാൻ പറ്റിയത്. അങ്ങനെ നമുക്ക് ചതിവ് പറ്റിയെന്ന് മനസ്സിലായി. ഓക്കെ. അല്ല ചേട്ടാ, ഞാനിപ്പോ ഒരു സംശയം ചോദിക്കട്ടെ. ഓൾറെഡി ഇത് തിരക്കഥ നിങ്ങളുടെ കൂടെ 2 പേരുണ്ടായിരുന്നല്ലോ, കഥ തിരക്കഥയൊക്കെ ആയിട്ടാണല്ലോ പോകുന്നത് അങ്ങോട്ടേക്ക്. അപ്പൊ അവിടെ ചെന്ന് ഇവരിത് ചെയ്യാന്ന് പറഞ്ഞപ്പോ നേരത്തെ ഉണ്ടായിരുന്നവർക്ക് അത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലേ? അത് എഴുതിയാണ് തിരക്കഥ എന്ന് പറയുന്നത് കഥാകൃത്തിന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ്. ഓക്കെ. അദ്ദേഹം ഞാനും കൂടാണ് തിരക്കഥ, ഞങ്ങൾക്കറിയാവുന്ന രീതിയിലൊരു തിരക്കഥ. മനസ്സിലായി. ചേട്ടന്റെ സിനിമയോടുള്ള ഒരു പാഷന്റെ പുറത്ത് ഇറങ്ങിയതാ. തീർച്ചയായിട്ടും. അതെ. ഞാന് വിനയൻ സാറിന്റെ സൂപ്പർ സ്റ്റാർ എന്നുള്ള സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് കൊച്ചിൽ. അതിനുശേഷം ഇപ്പം ഉബേനിയുടെ റാഹേൽ മകൻ കോര, അങ്ങനെ ചെറിയ ചെറിയ ഒത്തിരി പടങ്ങളിലൊക്കെ അഭിനയിച്ച് നമുക്ക് പൈസായി. അങ്ങനെ ഒരു പടം സ്വന്തമായിട്ട് ചെയ്യണമെന്ന്, ചെറിയ പടം അങ്ങനെ ഉദ്ദേശിച്ചു. മനസ്സിലായി. അല്ല, അപ്പൊ അവിടെ ചെന്നപ്പോ നിങ്ങൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഇത് ആര് സംവിധാനം ചെയ്യുമെന്നുള്ളൊരു പ്ലാൻ നിങ്ങൾക്ക് ഇല്ലായിരുന്നു അല്ലെ? സംവിധാനം ചെയ്യുന്നുള്ള പ്ലാൻ ഇല്ല. മനസ്സിലായി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ലക്ഷ്മിപ്രിയ ഭർത്താവിനെ സജസ്റ്റ് ചെയ്തു. അതെ. അവരെ അങ്ങനെ ഞങ്ങൾ പൂജ വരെ നടത്തി. ഞാൻ കണ്ടു, അതിന്റെ ഫോട്ടോസ് ഒക്കെ ഗൂഗിളിൽ കിടപ്പുണ്ട്. എന്നെ കൊണ്ട് പൂജ വരെ നടത്തി. മനസ്സിലായി. അതിനുശേഷമാണ് നമ്മൾ ചതിക്കുടിയിൽ ചെന്ന് വീണോ എന്ന് മനസ്സിലായി. ഓക്കെ, മനസ്സിലായി. അപ്പൊ ഏകദേശം 10 ലക്ഷത്തിന് മേളിൽ ഇവർക്ക് കൊടുത്തു. 10,16,000 രൂപ പിന്നെ അക്കൗണ്ട് വഴിയും 10 ലക്ഷം രൂപ ലിക്വിഡും, അങ്ങനെ ടോട്ടൽ 20,16,000 രൂപ കൊടുത്തു. അങ്ങനെ സെറ്റിൽ ചെയ്ത് 20 ലക്ഷം രൂപയുടെ ചെക്ക് എനിക്ക് ലക്ഷ്മിപ്രിയ തരുകയും ചെയ്തു, ഡേറ്റ് ഇട്ടു. അല്ല, ലക്ഷ്മിപ്രിയ ഈ ചെക്ക് തരാൻ കാരണം എന്തായിരുന്നു ചേട്ടാ? ഞാൻ അങ്ങനെ ഇത് നമുക്ക് ചതിവാണ് സംഭവിച്ചെന്ന് അറിഞ്ഞ് ഫിലിം ചേംബറിൽ പരാതി കൊടുത്തു. ഓക്കെ. ഫിലിം ചേംബറിൽ പരാതി കൊടുത്തതിന് ശേഷമാണ് ചെക്ക് തരുന്നത്. അതെ. അപ്പൊ ഇവര് നേരെ ആറാട്ടുമുണ്ടൻ എന്ന സിനിമയെ ബന്ധപ്പെട്ട്
എനിക്കും ഹസ്ബൻഡിനും യാതൊരുവിധ ബന്ധങ്ങളില്ലാന്ന് ഫിലിം ചേംബറിൽ ഒരു പത്രത്തിൽ രേഖാമൂലം എഴുതി കൊടുത്തു. ഓക്കെ. അന്നത്തെ ദിവസം തന്നെയാണ് എനിക്ക് ചെക്ക് തരുന്നത്. മനസ്സിലായി. ഓൾറെഡി ഇവരാ പൈസ ഇതിനായിട്ട് തന്നിട്ടില്ല, ചെക്ക് തന്നിട്ടേ ഉള്ളൂ, പൈസ ആയിട്ടില്ലത്. അല്ല, ചെക്ക് തന്നു, ഡേറ്റ് ഇട്ട് ആ ഡേറ്റിൽ ചെക്ക് നമ്മൾ പ്രസന്റ് ചെയ്തു. അപ്പൊ ചെക്ക് ബൗൺസ് ആയി. ചെക്ക് ബൗൺസ് ആയി. ഓക്കെ, അതാ ഞാൻ ചോദിച്ചത്. അത് ക്യാഷ് ചേട്ടന് കിട്ടിയിട്ടില്ല? ഇല്ല. അങ്ങനെ നമ്മള് പിന്നെ വക്കീല് മുഖാന്തരം ബന്ധപ്പെട്ടു. വക്കീല് മുഖാന്തരം ബന്ധപ്പെട്ടവർക്ക് വക്കീൽ നോട്ടീസ് അയച്ചു. ഓക്കെ. പിന്നെ ഇവരെ വസ്തുമായി ബന്ധപ്പെട്ട സിവിൽ കേസ്, അങ്ങനെ 2 കേസ് ഓൾറെഡി ഇപ്പൊ നിലവിലുണ്ട്. ഒന്ന് ആലപ്പുഴയില് സിവിൽ കേസും, ആലപ്പുഴ കോടതിയിൽ സിവിൽ കേസും, അമ്പലപ്പുഴയില് ഈ ചെക്ക് കേസ് ക്രിമിനൽ കേസ് നിൽക്കുകയാണ്. ക്രിമിനൽ കേസ് നിൽക്കുകയാണ്. അതെ. ഈ ക്രിമിനൽ കേസ് നിൽക്കുന്ന സമയത്താണ് ഒരു അമ്മയില് മത്സരിച്ചത്. അതെ അതെ അതെ. അത് എന്റെ അറിവിൽ അങ്ങനെ ചെയ്യാൻ പാടില്ലെന്നാ. അതെ. ഇപ്പൊ നിലവിൽ ലക്ഷ്മിപ്രിയ പറയുന്നത് അങ്ങനെ ഒരു കേസ് ലക്ഷ്മിപ്രിയക്ക് ഇല്ല എന്നുള്ളതാണ്. ഓക്കെ ഓക്കെ. പക്ഷെ ആ കേസ് ഇപ്പോഴും ഉണ്ട്. എന്നാലും ഇപ്പൊ താങ്കൾ വിളിച്ചോണ്ടിരിക്കുന്ന ഈ സമയത്ത് ഈ മാസം 26-ാം തീയതി അമ്പലപ്പുഴ കോടതിയിൽ കേസുണ്ട്. ഓക്കെ. അമ്പലപ്പുഴ കോടതിയിൽ കേസുണ്ട്. മാധ്യമങ്ങളോട് പലതും പറയാം, പക്ഷെ കോടതിയിൽ ഇരിക്കുന്ന കേസ് എന്തായാലും മാറ്റിക്കളയാൻ പറ്റത്തില്ലല്ലോ. അല്ല, കേസ് നമ്പർ വേണമെങ്കിൽ ഞാൻ പറയാം. എനിക്ക് പറ്റുമെങ്കിൽ അതിന്റെ ഡീറ്റെയിൽ ഒന്ന് അയച്ചു തന്നാൽ മതി, കേസിന്റെ ഡീറ്റെയിൽസ്. അത് 114/2022. 2022 ഓക്കെ ഓക്കെ ഓക്കെ, മനസ്സിലായി ചേട്ടാ. അത് കൂടാതെ എന്റെ ഒരു ചേട്ടാ പറഞ്ഞോളൂ. അല്ല, അതിപ്പം നമുക്ക് അടിച്ചു നോക്കി അറിയാലോ. ഈ ഫോട്ടോ അടിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെയൊക്കെയാണ്. എന്നിട്ട് ചേട്ടാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അപ്പൊ എന്നിട്ട് ഇപ്പം ഈ ഓണം കഴിയുമ്പോഴത്തേക്ക് സിനിമ റിലീസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇനി അതാരാണ് ഡയറക്ട് ചെയ്യാൻ? പടം എല്ലാം കഴിഞ്ഞിരിക്കും. പടം ഡയറക്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ലേ, വിനയ് സാറിന്റെ അസോസിയേറ്റുള്ള വിജയ് കൃഷ്ണൻ. ഓക്കെ ഓക്കെ. അതായത് ഈ സംവിധാനം എന്ന് പറഞ്ഞ വന്ന നമ്മുടെ ലക്ഷ്മിപ്രിയയുടെ ഭർത്താവ് അതിനകത്തുനിന്ന് മാറി, ഫിലിം ചേംബറില് രണ്ടുപേരും മാറ്റി. ഓക്കെ ഓക്കെ ഓക്കെ, മനസ്സിലായി. ഓക്കെ ഓക്കെ. അങ്ങനെ നമ്മുടെ വിജയകൃഷ്ണനെ ക്യാമറാമാനായിട്ട് വെച്ചിട്ട് നമ്മൾ തീരുമാനിച്ചിരുന്നു. ഓക്കെ. അദ്ദേഹം ഡയറക്ട് ചെയ്തു. ഓക്കെ. ക്യാമറാമാൻ ഷാജി ജേക്കബ് എന്ന് പറയുന്ന ആലപ്പുഴക്കാരൻ. ഓക്കെ ഓക്കെ, മനസ്സിലായി മനസ്സിലായി. അങ്ങനെ എന്തായാലും അഭിനയിച്ചിട്ട് നമ്മുടെ സൂരജ് കൺ, കൈലാഷ്, പിന്നെ മെറീന മൈക്കൽ, സുധിലക്ഷ്മി, ശിവജി ഗുരുവായൂർ, അങ്ങനെ ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട്. ഓക്കെ. കൈലാഷൊക്കെ അഭിനയിക്കുന്നുണ്ടല്ലേ? ഉണ്ട് ഉണ്ട് ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, മനസ്സിലായി. ചേട്ടൻ അപ്പൊ ഇത് ഇത്രയും ഈ ഒരു ലക്ഷ്മിപ്രിയയുടെ ഭാഗത്ത് നിന്ന് ഇത്രയും അനുഭവിച്ചൊരു വ്യക്തിയാണ് നിങ്ങൾ ചേട്ടൻ. അപ്പൊ അങ്ങനെ ഒരു വ്യക്തി ഈ അഞ്ജലിയുടെ ഒരു വിഷയം കേട്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ചേട്ടൻ അറിഞ്ഞു കാണുമായിരിക്കും ആ ഒരു വിഷയം. അറിഞ്ഞു. ഞാന് ഈ വിഷയം സത്യം പറഞ്ഞ എനിക്ക് എന്താ പറയണ്ടേ, ഈ ഒരു കാരണവശാലും ഈ സത്യത്തിന് ഇവര് നമ്മൾ ഏത് രീതിയിൽ പറഞ്ഞാലും ഇവരതിനെ ഒരു ബദല് കണ്ടെത്തി ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമം ഉണ്ട് ഈ ലക്ഷ്യങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. അത് 100%. അവരുടെ ഒരു ഞാനുമായിട്ടുള്ള ഒരു കുറച്ച് നാളത്തെ ഒരു സൗഹൃദത്തിന്റെ ഇത് വെച്ച് ഞാൻ പറയുക. മനസ്സിലായി മനസ്സിലായി. അവർക്ക് ബോധപൂർവം അവർ നമ്മളിത് ലൈവായിട്ട് നമ്മൾ നടക്കുന്ന കാര്യം പറഞ്ഞാൽ പോലും അവർ അംഗീകരിക്കത്തില്ല. മനസ്സിലായി മനസ്സിലായി. അല്ല, ഇതിപ്പം ചേട്ടന്റെ സൈഡില് ലൈക്ക് വിത്ത് പ്രൂഫ് ഉണ്ട്, കോടതിയിൽ കേസ് നടക്കുന്നു, ഈ മാസം എന്തോ ആണ് അതിന്റെ ഫൈനൽ ഹിയറിംഗ് ആണെന്ന് തോന്നുന്നു അല്ലേ? അതെ, അറിയാൻ സാധിച്ചത് ഞാൻ അമ്മയില് രേഖാമൂലം പരാതി കൊടുത്തിട്ട് ചേട്ടൻ കൊടുത്തിട്ടുണ്ട്. അമ്മയുടെ യോഗത്തിൽ ഇവര് പറഞ്ഞത് ഇങ്ങനെ ഒരു കേസ് നിലവിലില്ല എന്ന് തർക്കിക്കുകയാണ്. അപ്പം തന്നെ എന്തായിരിക്കും ലക്ഷ്മിപ്രിയയുടെ സത്യം, അത് പറയുന്നതിനുള്ള സത്യം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുള്ളൂ. അതെ അതെ, അമ്മയിലെ മുഴുവൻ ഭാരവാഹികൾക്കും അറിയാം നിലവിൽ കേസ് ഉണ്ടെന്നുള്ളത്. അവർക്ക് എല്ലാവർക്കും അറിയാലേ കേസുള്ള കാര്യം? എല്ലാവർക്കും. അല്ല, ഇതെല്ലാവർക്കും ഈ ലക്ഷ്മിപ്രിയയുടെ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും അവരെല്ലാരും ലക്ഷ്മിപ്രിയയെ സപ്പോർട്ട് ചെയ്യണം. അഞ്ജുബ എന്ന് പറയുന്ന ഒരു വ്യക്തി, ഇപ്പൊ അഞ്ജുബയുടെ കേസ് ആയതുകൊണ്ട് ഞാൻ പറയാണ്, ആ ഒരു വിഷയത്തിൽ പോലും ആ പെൺകുട്ടിയെ ഇങ്ങനെ അങ്ങോട്ട് ഹരാസ് ചെയ്ത് മാറ്റി നിർത്തണമെങ്കിൽ അതിന്റെ പുറകിൽ വേറെ എന്തെങ്കിലും വലിയത് കാണുമെന്ന് എനിക്ക് തോന്നുന്നത്. അല്ല, ഇവരൊരു ഫോക്കസ് ആണല്ലോ, ഇവരൊരു ഫോക്കസ് ആണ്. അത് എന്താ പറയണ്ടേ, ഈ സാധാരണക്കാരായ സിനിമ കാണുന്ന സാധാരണക്കാരായ പ്രേക്ഷകർക്കടക്കം മനസ്സിലായിട്ടുണ്ട് ഇതില് കള്ളത്തരമാണ് ലക്ഷ്മിപ്രിയ
അല്ല അത് കഴിഞ്ഞ ദിവസത്തെ ഒരു മാധ്യമങ്ങളോട് സംസാരിക്കുന്ന കണ്ടപ്പോഴേ ആളുകൾക്ക് മനസ്സിലായി കണ്ടിട്ടുണ്ട്. കാരണം ഒരു ചോദ്യം രണ്ടാമത്തെ തവണ ചോദിച്ചു കഴിഞ്ഞാൽ ലക്ഷ്മിപ്രിയ നിന്ന് വിറയ്ക്കും. അതാണ് അവിടെ പിന്നെ മിണ്ടാനില്ല, പിന്നെ എങ്ങനെയെങ്കിലും അതിനകത്ത് ഒഴിഞ്ഞു മാറാനുള്ള ഒരു ശ്രമമാണ്. കാരണം ലക്ഷ്മിപ്രിയയുടെ ഭാവം വിജയിപ്പിക്കുക എന്നുള്ളത് നമ്മളെ ഈ സ്റ്റാർ മാജിക്കില് നമ്മൾ കണ്ടാണ്. പക്ഷെ അത് മുഴുവൻ കണ്ടാണ്. അതെ അതെ. അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. പിന്നെ അത് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയില് എല്ലാം ജനങ്ങൾ കണ്ടോണ്ടിരിക്കുകയല്ലേ. അതെ അതെ ശരി. ഒരാളെ ഈ അമ്മയുടെ ഭാരവാഹിത്വത്തിൽ എങ്ങനെ വളർത്തുന്നതാണ് നമുക്ക് മനസ്സിലായി. അല്ല, അമ്മയുടെ ഭാരവാഹിയാകാൻ ഇലക്ഷന് നിൽക്കണമെങ്കിൽ അവരുടെ പേരിൽ ഒരു ക്രിമിനൽ കേസ് പോലും ഉണ്ടാവരുത്. ഇതിപ്പോഴും കേസ് നിലനിൽക്കുക, എന്നിട്ടും അവരോട് മത്സരിച്ചു. അത് സിനിമയെ ബന്ധപ്പെട്ടാണ് കാശ് മേടിച്ചിരിക്കുന്നത്. മനസ്സിലായി. എന്നിട്ട് പോലും സിനിമക്കാരാണെങ്കിൽ അമ്മ സംഘടനയ്ക്ക് പറയാതെ ഞങ്ങൾക്ക് ഇടപെട്ട കാര്യമില്ല. പല സാമ്പത്തിക ഇടപാടും പലരുമായിട്ടുണ്ട്. പക്ഷെ ഇതല്ലല്ലോ. മനസ്സിലായി. എന്നിട്ട് പോലും സിനിമാക്കാരുടെ സപ്പോർട്ടില്ല. നമ്മുടെ കേസ് എന്ന് പറഞ്ഞാൽ സിനിമയുമായി ബന്ധപ്പെട്ട് നമ്മളെ ചീറ്റ് ചെയ്ത് പൈസ മേടിക്കുക. മനസ്സിലായി കേട്ടാ. എന്തായാലും ചേട്ടൻ ആ സിനിമയായിട്ട് മുന്നോട്ട് പോയല്ലോ. അത് ശരിക്കൊരു സിനിമയോടുള്ള ഒരു സ്നേഹമുള്ളവർക്ക് മാത്രമേ അങ്ങനെ പറ്റുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ എല്ലാവർക്കും പറ്റില്ല അങ്ങനെ ഒരു കാര്യം. പ്രത്യേകിച്ച് ഇത്രയും പൈസ കയ്യിൽ നിന്ന് പോയിട്ടും ഗോയിങ് ഫോർവേഡ്, അത് ചെറിയൊരു കാര്യമല്ല. അത് നമ്മളൊരു വാശിയാരും തീർക്കണം എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഈ സിനിമയെ സ്നേഹിക്കുന്നവർ തന്നെ സിനിമയെ വെറുക്കാൻ കാരണം ഇങ്ങനെയുള്ള കുറെ ആളുകളാണ്. കാണുന്ന നമ്മളെ പോലുള്ളവർക്കും ഉണ്ടല്ലോ, നമുക്കൊരു സംശയം തോന്നി എന്താണ് ഇങ്ങനെ ഒരു സംഘടന അമ്മ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും ബഹളവും. അല്ല, ഇതേപോലെ കുറെ എണ്ണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് സിനിമ മേഖലയെ സഹായിപ്പിക്കാൻ വേണ്ടി കുറെ പേര് ഇറങ്ങി. മനസ്സിലാക്കി. ഇതിനകത്ത് വേറെ പല കഥകൾ ഇപ്പൊ പുറത്തേക്ക് വരുന്നുണ്ട്. ഇപ്പൊ ശ്വേത മേനോനാണെങ്കിലും ശരി, അവരുടെ ഭർത്താവിന്റെ ഒരു കൈ ഇതിനകത്ത് അങ്ങനെ പല സൈഡുകൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ സ്പോൺസർഷിപ്പ്, അമ്പലത്തിന്റെ ഒരു സ്പോൺസർഷിപ്പ്, അങ്ങനെ പല കൈൻഡ് ഓഫ് കഥകളാണ് ഇപ്പൊ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയ്ക്കാണ് ചേട്ടന്റെ ഈ ഒരു കാര്യം, ഇതെല്ലാരും മുങ്ങിപ്പോയെന്ന് വിചാരിച്ചൊരു കാര്യമാണ്. ലക്ഷ്മിപ്രിയ കംപ്ലീറ്റ്ലി ഡീസന്റ് എന്നുള്ള ഒരു ഇമേജ് ആണ് സമൂഹ മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ മെയിൻ സ്ട്രീം ചാനൽ വഴി കഴിഞ്ഞ ദിവസം അവര് പുറത്തേക്ക് കൊടുക്കുന്നത്. പക്ഷെ അവര് പറയുന്ന കാര്യങ്ങളിൽ പോലും ബ്ലണ്ടർ ഉണ്ടെന്നുള്ളത് അവർക്ക് മനസ്സിലാവുന്നില്ല. കാണുന്നവർക്ക് പൊതുസമൂഹത്തിന് തീർച്ചയായിട്ടും അറിയാമെന്നില്ല. ഇരുത്തി ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഇവര് പറയുന്ന കാര്യങ്ങൾ തന്നെ. അതെ, ലക്ഷ്മിപ്രിയ ഇടുന്ന ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ലക്ഷ്മിപ്രിയയുമായി ബന്ധപ്പെട്ട ഒരു വിഷ്വൽ ഇറങ്ങിയാൽ അതിന്റെ താഴത്ത് വരുന്ന കമന്റ് നോക്കിയാൽ മതി. ശരിയാ, ലക്ഷ്മിപ്രിയ എങ്ങനെയാണ് ജനം ട്രീറ്റ് ചെയ്തത്. പക്ഷെ എങ്കിലും ഈ സംഘടനയ്ക്കകത്തുള്ളവർ എന്നാലും തള്ളി പറയില്ല. അതാണ് മനസ്സിലാവാത്തത്. എന്താണ് ഇവര് പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ടാൽ മനസ്സിലാവും ഇവരെന്താ ഈ പറയുന്നതെന്നുള്ളത്. ടീം വർക്കാണ്. അതെ അതെ. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ അമ്മയുടെ അകത്ത് ഒരാള് ഇതിനെ എല്ലാം എതിർക്കാൻ, അവിടുത്തെ കാര്യങ്ങളെ എല്ലാം എതിർക്കാൻ മുന്നോട്ട് വന്നപ്പോഴത്തേക്ക് അയാളെ ഇല്ലാതാക്കാൻ നോക്കുക. രാഷ്ട്രീയ പാർട്ടികളുടെ ഗ്രൂപ്പ് എന്ന് പറയുന്നതാണ്. അതെ, അതിനേക്കാട്ടിലും വലിയൊരു ഗ്രൂപ്പ് അവിടെ നടക്കുന്നത്. അതാണ്. ഇതിപ്പോ അതിനകത്തുള്ള ഒരാൾ വന്ന് പറയുമ്പോ ഉണ്ടല്ലോ, എല്ലാരും പറയും അങ്ങോട്ടുള്ള കുശുമ്പ് കൊണ്ടാണ്, അതുകൊണ്ടാണെന്ന്. ഇതിപ്പോ ഒരു സാധാരണക്കാരൻ ഒരു സിനിമയെ സ്നേഹിച്ച് ഒരു സിനിമ എടുക്കാൻ ഇറങ്ങിയപ്പോ അവിടെ വരെ പറ്റിയില്ല. അങ്ങനെ ഒരാളെ എന്തായാലും സമൂഹം മനസ്സിലാക്കുമെന്നാണ് എന്റെയും പ്രതീക്ഷ കേട്ടോ. ഇന്നലെ നാളെ ഇത് ജനം മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്, അത് നമുക്കറിയാം. എങ്കിലും ഇന്നലെ നാളെ ഇതെല്ലാം പുറത്തു വരും, ഉറപ്പാണ്. ഒരു സംശയമുണ്ട്. ഞാൻ പറഞ്ഞില്ല, അഞ്ജലിയെ പോലുള്ള വളരെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന ഒരു കുട്ടിയാണ്. മനസ്സിലായി. അതെ അതെ. അവരെയൊക്കെ വെറും മോശമായി ചിത്രീകരിക്കുക, അതിന് വേറെ കുറെ ആളുകൾ. ഇതെല്ലാം പോട്ടെ, ഇതെല്ലാം മെയിൻ സ്ട്രീം ചാനലിൽ വന്നിട്ടുണ്ടല്ലോ. ഒരു 2-3 ദിവസം കഴിയുമ്പോൾ ഈ വാർത്ത ഇല്ലാതാവും. ടീം വർക്ക് ഉണ്ട്. ടീം വർക്ക് എന്തായാലും സോഷ്യൽ മീഡിയയിൽ എന്തായാലും ടീം വർക്ക് മുക്കിക്കളയാണ്. അതെ അതെ. സോഷ്യൽ മീഡിയയിൽ വരും. സോഷ്യൽ മീഡിയ മെയിൻ സ്ട്രീം ചാനലിൽ വന്നാൽ പോലും എങ്ങനെയെങ്കിലും വീഡിയോകൾ ആളുകളിലേക്ക് എത്തരുത്. അതിനുള്ളൊരു കളി എന്തായാലും പുറകിലൂടെ നടക്കുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. കാരണം വീഡിയോകൾ ആളുകളിലേക്ക് എത്തരുത്. ലക്ഷ്മിപ്രിയോ അല്ലെങ്കിൽ ടിനി ടോമിനെ പോലുള്ളവർക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും സത്യം വിളിച്ചു പറഞ്ഞാൽ അത് ജനങ്ങൾക്ക് കുറെ പേർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അത് മുക്കിക്കളയണം, അത് പുറത്തേക്ക് പോകരുത്. അങ്ങനെയുള്ളൊരു കളി എന്തായാലും പുറകെ നടക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം ഇതേ